അഗളി ഡിവൈഎസ്പി ഉൾപ്പെടെ 14 പേരെയാണ് RRT സംഘം തിരികെ എത്തിച്ചത്. RRT റാപ്പിഡ് റെസ്പോൺസ് ടീം, ദ്രുത പ്രതികരണ സേന. കഞ്ചാവ് തോട്ടം നശിപ്പിക്കാൻ പോയ സംഘത്തിന് കാട്ടിൽ വഴി തെറ്റുകയായിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ VS ചേരുന്നു. ഗോകുൽ, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? അവർക്ക് എനിക്ക് തോന്നുന്നു സിഗ്നലൊക്കെ ഉള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചെത്താനും വനം വകുപ്പിനെ ബന്ധപ്പെടാനും ഒക്കെ കഴിഞ്ഞു അല്ലേ? ഇന്നലെ രാവിലെയാണ് അഗളി DYSP ജയകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കാട്ടിൽ കഞ്ചാവ് വേട്ടയ്ക്ക്, അതായത് സൈലന്റ് വാലി കാട്ടിൽ കഞ്ചാവ് വേട്ടയ്ക്കായി പോയത്. കഞ്ചാവ് തോട്ടം നശിപ്പിച്ചതിന് ശേഷം മടങ്ങും വഴി ഈ സംഘത്തിന് 14 പേരടങ്ങുന്ന സംഘത്തിന് വഴി തെറ്റി അവർ ചെങ്കുത്തായ ഒരു മലയുടെ മുകളിൽ പെടുകയായിരുന്നു. അവിടെ സാമാന്യം ഫോണിന് റേഞ്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വനം വകുപ്പിലെ 4 ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഈ മുക്കാലിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിവരമറിയിച്ചു. അങ്ങനെ തന്നെ വനം വകുപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് ഏകദേശം രാത്രി 11 മണിയോട് അടുപ്പിച്ച് തന്നെ DYSPയും സംഘത്തെയും കണ്ടെത്തി അവരവിടേക്ക് എത്തി ആവശ്യമായ ഭക്ഷണം നൽകി. ഇന്ന് പുലർച്ചെ ഏകദേശം 6 മണിയോടെയാണ് ഇവരെ തിരിച്ചിറക്കിയത്. സത്തിക്കൽ മല എന്ന് പറഞ്ഞൊരു അവിടുത്തെ നമ്മുടെ മല്ലീശ്വര മുടിയോട് ചേർന്നിട്ടുള്ളൊരു പീക്കുണ്ട്. പീക്കിൻ്റെ താഴ്ഭാഗത്താണ് അവർ പെട്ടുപോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി അവിടുന്ന് റോപ്പും നമ്മുടെ സേഫ്റ്റി ഹാർനസ് എല്ലാം ഉപയോഗിച്ച് ഫുഡ് നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. സേഫ്റ്റി ഹാർനസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ തിരിച്ചെത്തിച്ചു. രാവിലെ മോർണിംഗ് 6 മണിയോടുകൂടിയാണ് ഇവരെ എത്തിക്കാൻ പറ്റിയത്. ഇതിൻ്റെ കൂടെ നമ്മുടെ തണ്ടർബോൾട്ടിൻ്റെ ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ 2 SIമാരുണ്ടായിരുന്നു, ഖയ്യൂം ഉണ്ടായിരുന്നു, അതുപോലെ രതീഷ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം അട്ടപ്പാടി റേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ബാക്കി ഫെസിലിറ്റീസ് എല്ലാം ഇത്രയും സമയമെടുക്കാൻ കാരണം DYSPയും അതോടൊപ്പം തന്നെ പോലീസ് സംഘവും ക്ഷീണിതരായിരുന്നു. കാരണം ഇന്നലെ രാവിലെയാണ് ഇങ്ങനെ ഇവർ വഴി തെറ്റിപ്പോയത്. റൈഡിന് ശേഷം വഴി തെറ്റിപ്പോയത്. ഉച്ചവരെ കഴിക്കാനുള്ള ഭക്ഷണമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർ ഭക്ഷണവും വെള്ളവും കിട്ടാതെ രാത്രി 11 മണി വരെ കഴിച്ചുകൂട്ടി. അതിൻ്റെ ക്ഷീണം അവർക്കുണ്ടായിരുന്നു. അതിനുശേഷം വനം വകുപ്പ് സംഘം ഭക്ഷണം നൽകി അവരുടെ ആരോഗ്യം വീണ്ടെടുത്ത് അവർക്ക് തിരിച്ച് ഈ ചെങ്കുത്തായ മല ഇറങ്ങാനുള്ള ഒരു ഊർജ്ജം വീണ്ടെടുത്തതിന് ശേഷമാണ് അവർ ഇറക്കിയത്. ഇപ്പോൾ ഏതായാലും ആശ്വാസത്തിൻ്റെ വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ വരുന്നത്. DYSPയും സംഘത്തെയും 14 അംഗ സംഘത്തെയും തിരിച്ചെത്തിച്ചു. ഞങ്ങളൊരു പതിവ് കോമ്പിംഗ് ഓപ്പറേഷന് പോയതാണ്. അപ്പോൾ കോമ്പിംഗ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പ്രാവശ്യവും പോകുന്ന പോലെ പോയതാണ്. ഫോറസ്റ്റ് ഒഫീഷ്യൽസിനെയും ഒക്കെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇച്ചിരി ലേറ്റായി, ഞങ്ങളുടെ പണി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ അവർക്ക് ഡയറക്ഷൻ കറക്റ്റായിട്ട് കിട്ടിയില്ല. അതെ 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 വളരെ ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് രാവിലെ ഞങ്ങൾ ഏർലി മോർണിംഗ് പോയെങ്കിൽ പോലും അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് 3 മണിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ലേറ്റായി പോയി. അപ്പോൾ അതാണ് പിന്നെ അവർക്ക് ഡയറക്ഷൻ കിട്ടിയില്ല. അത് പ്രശ്നം ഉണ്ടായത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫോറസ്റ്റിൻ്റെ RRTക്കാരൊക്കെ ഏതായാലും സുരക്ഷിതരായി 14 അംഗ സംഘം DYSP അടക്കമുള്ളവരുടെ 14 അംഗ സംഘം തിരിച്ചെത്തിയിരിക്കുന്നു.